Avadayami
കണ്ണീരണിഞ്ഞു നിൽക്കുന്ന അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ആശ്രയമറ്റുപോയ ഭാര്യമാരും മക്കളുമുണ്ട്. അധികാരത്തിന്റെ അകത്തളങ്ങളെ ചോരമുണപ്പിച്ച് വിജയം കൊയ്യാൻ ശ്രമിച്ചവർ നമുക്ക് സമ്മാനിച്ച ബാക്കിപത്രങ്ങളാണ്
ആ ജീവഛവങ്ങൾ അത്രയും. കൊന്നും കൊല്ലിച്ചും വിജയമുറപ്പിക്കാമെന്ന് ധരിക്കുന്നവരെ, ഈ കഥ നിങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. കഥ ചരിത്രം നേര് പറയുന്നു. അതെ, ചരിത്രം നേര് പറയുന്നു. അധികാരഭൂമിയിൽ വിജയക്കൊടി നാട്ടി രുധിരം പുഴാതിർക്കുവോരേ, വരൂ വരൂ നിങ്ങളെന്റെ കഥാന്തരം കാണുവിൻ, കരയുവോരെ കണ്ടു കണ്ടുറയ്ക്കും. വിജയമുണ്ടാവാം ഒരു മാത്രം, ചരിതങ്ങൾ നിങ്ങളെ വേട്ടയാടും, ചരിതങ്ങൾ നിങ്ങളെ വേട്ടയാടും. ഞാൻ നിങ്ങളെ മഗധയിലേക്ക് ക്ഷണിക്കുകയാണ്. 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഉത്തരേന്ത്യയിലെ മഗധ സാമ്രാജ്യത്തിലേക്ക്. മഗധയിലെ ഇപ്പോഴത്തെ രാജാവ് ബിംബിസാരനാണ്. 15ാം വയസ്സിൽ രാജാവായ അദ്ദേഹം അധികാരത്തിന്റെ 52 വർഷം പിന്നിടുകയാണ്. ഇന്ന് രാത്രിയുടെ അർദ്ധയാവും. അന്തപുരത്തിൽ ചക്രവർത്തി ബിംബിസാരനും പട്ടമഹിഷി കോസലദേവിയും മാത്രം. തൊട്ടപ്പുറത്ത് മകൻ അജാതശത്രുവിന്റെ ശയ്യാഗൃഹം. ശയ്യാഗൃഹത്തിൽ അജാതശത്രുവും സന്തത സഹചാരിയായ ദേവദത്തൻ. അവർ ഗാഠമായ ആലോചനയിലാണ്. ലളിതമായി പറഞ്ഞാൽ ഗൂഢാലോചനയിൽ. ഇന്നാണ് അതിന് പറ്റിയ സമയം. 52 വർഷമായി ചെങ്കോലിനെ ആലിംഗനം ചെയ്ത് കഴിയുന്ന നിന്റെ വൃദ്ധപിതാവിൽ നിന്നും മഗധയുടെ സിംഹാസനം കൈക്കലാക്കാൻ പറ്റിയ രാത്രി. മടിച്ചു നിന്ന അജാതശത്രുവിന്റെ കയ്യിലേക്ക് ദേവദത്തൻ മൂർച്ചയേറിയ കഠാര നൽകി. ദേവദത്തന്മാരെന്നും അങ്ങനെയാണ്. കൊല്ലിക്കാൻ ആയുധം നൽകും. കൊലപാതകത്തിന്റെ രക്തപുരണ്ട കൈകളുമായി അജാതശത്രുക്കൾ പരിഹസിക്കപ്പെടും. ഒരിക്കലും പിടികൊടുക്കാതെ അധികാരത്തിന്റെ കൊട്ടാരത്തിലെ ഉപജാപങ്ങൾക്ക് അവർ നേതൃത്വം നൽകും. അജാതശത്രു അന്തഃപുരം ലക്ഷ്യമാക്കി നടന്നു. സ്വന്തം പിതാവിന്റെ കരളറുത്ത് അധികാരം സ്ഥാപിക്കാൻ നടക്കാൻ പഠിപ്പിച്ച നന്മകൾ ഇത്രയ്ക്കു വേഗം മറന്നോ? അച്ഛന്റെ നെഞ്ചൊട്ടി ചാഞ്ഞുമയങ്ങിയോരക്കാലമുള്ള മറന്നു. അന്തപുരത്തിൽ ബിംബിസാരൻ മയക്കത്തിലേക്ക് വീണു തുടങ്ങി. പിതാവിനെ കാണാൻ ഏതു നേരത്തും അവകാശമുള്ള മകൻ പാറാവുകാർക്കിടയിലൂടെ അച്ഛന്റെ ശയനമുറിയിലേക്ക് കടന്നു. ഏതുറക്കത്തിലും മകന്റെ പാദപതനങ്ങൾ തിരിച്ചറിയുന്ന ആ പിതാവ് ഇത്ര വേഗം ഉണരുമെന്ന് ആ മകൻ അറിഞ്ഞില്ല. എന്തോ ശബ്ദം കേട്ട് കോസലദേവി ഉണർന്നു. അന്തപുര വിളക്കിന്റെ തിരിയുയർത്തി. തെളിയുന്ന ദീപനാളങ്ങൾക്കിടയിൽ പകച്ചു